എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ചോദ്യമാണ്. അതിന് എനിക്ക് തോന്നിയ ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത്. എതിരഭിപ്രായമുള്ളവരുണ്ടാകാം. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പോൾ സാധാരണ പറഞ്ഞ രാമനെയാണല്ലോ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരാളാണ് അപ്പോൾ ഭഗവാൻ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ കാട്ടിലുപേക്ഷിച്ചു. അത് തെറ്റായ സന്ദേശമല്ലേ തരുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്, പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് തോന്നിയിരുന്നു, സത്യം പറയാൻ എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ ഇതൊക്കെ ശരിയായിരുന്നു. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? സ്വന്തം കുടുംബം മാത്രം നന്നാക്കുന്ന അധികാരികളെ കണ്ട് ശീലിച്ച നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നും. പക്ഷേ ഭഗവാൻ നമുക്ക് അതിൻ്റെ ഒരു മഹത്തായ പാഠമാണ് പറഞ്ഞു തരുന്നത്. പ്രജകൾക്ക് സമൂഹത്തിൻ്റെ നന്മ എന്ന് പറയുന്നത് തൻ്റെ കുടുംബത്തിൻ്റെ നന്മയേക്കാൾ ആഗ്രഹിച്ച ഒരു രാജാവായിരുന്നു ശ്രീരാമചന്ദ്രൻ. അപ്പോൾ സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാകും മറ്റൊരു സ്ഥലത്ത് കഴിഞ്ഞിട്ട് വരുന്ന സ്ത്രീയെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ചു എന്ന് ഒരു അലക്കുകാരൻ്റെ പത്നിയാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ അതൊരു തെറ്റായ സന്ദേശമാവേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് അന്ന് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഇതെല്ലാം കഥകളാണ്. നമുക്ക് വേറൊരു രീതിയിൽ ചിന്തിക്കാം. പൂർണ്ണ ഗർഭിണിയാണ്, സൂതികാലമാകുമ്പോഴേക്കും ശിശുക്കളെയും രാജ്യഭാരം തിരക്കുന്ന അവിടുത്തെ തിരക്കുകൾ തടയുന്ന ഒരു സ്വസ്ഥമായിട്ട് തന്നെ ഭഗവത് ചിന്തയോടെ ഇരിക്കാൻ വേണ്ടിയിരിക്കുന്നു കാട്ടിൽ ഉപേക്ഷിച്ചത്. അപ്പോൾ അതായിരുന്നു കാരണം. രാജ്യകാര്യങ്ങളോ തിരക്കുകളോ ഒന്നുമില്ലാതെ ഭർത്താവ് മനസ്സിലപ്പിച്ച് ദേവിക്കോട് കഴിയാൻ സാധിച്ചു. അതും രാമകഥ മാത്രം പാടി നടക്കുന്ന വാൽമീകിയുടെ ആശ്രമത്തിൽ തന്നെ ദേവിക്കവിടെ രാമകഥയ്ക്ക് എപ്പോഴും ഭർത്താവിൻ്റെ ചിന്തയോടെ അവിടെ കഴിയാൻ സാധിച്ചു. ദേവി കുട്ടികളായി കഴിഞ്ഞ് ആശ്രമത്തിൽ തന്നെയാണ് കുറേ നാൾ കഴിയുന്നത്. അപ്പോൾ ഒരു അമ്മയായി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം കൂടുതൽ. അപ്പോൾ അമ്മയുടെ ശ്രദ്ധ അച്ഛന് തിരക്കുകളായിരിക്കും. ത്രേതായുഗമാണ്, അച്ഛൻ മാത്രമായിരിക്കും വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആള്. അപ്പോൾ കുട്ടികളായി കഴിഞ്ഞാൽ അച്ഛന് തിരക്കുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അമ്മയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതും സാധ്യമാകുന്നത് ഈ ആശ്രമ പരിസരത്ത് തന്നെയായിരിക്കും. ഇതാണ് രാമായണത്തിലൂടെ നമുക്ക് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഇനി ഇത് കേട്ടിട്ട് നമ്മൾ കുട്ടികളാകാൻ പോവുകയല്ലേ, നമ്മളൊരു ആശ്രമം കണ്ടുപിടിച്ച് അവിടെ പോയി സേവ ചെയ്യാം എന്നൊന്നും ചിന്തിക്കണ്ട. അവിടെ പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വേർതിരിവുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വിഷമമൊക്കെ വന്നിരിക്കും. അപ്പോൾ ഭഗവാൻ എന്താണ് പറയുന്നത്? ഓരോ വീടും ആശ്രമം പോലെ ആകണം. അവിടെ നല്ല മാതൃകകൾ ഉണ്ടാകണം കുട്ടികൾക്ക്. പിന്നെ സത്സംഗം പറയുന്ന മാതാപിതാക്കൾ. ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് തോന്നാം. നമുക്ക് കഥകൾ അറിയില്ല, സത്സംഗം പറയാൻ അറിയില്ല. പക്ഷേ പുസ്തകത്തിലെ കഥകൾ, ഇന്ന് ഒരു കഥ വായിക്കുമ്പോൾ ഇന്ന് മോന് ഇത് പറഞ്ഞു കൊടുക്കാൻ, സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ട് ആ കഥ ഒന്ന് കുട്ടിക്ക് നാമജപം ഒരുമിച്ചിരുന്ന് നാമം ജപിച്ച് കഴിഞ്ഞിട്ട് അവസാനം ആ ഒരു കഥ ഭഗവാന്റെ ഏതെങ്കിലും ഒരു കഥ അറിയാത്ത ഒരു അമ്മമാരും കാണില്ല, ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് തന്നെയാണ് സത്സംഗം. അപ്പോൾ വീട് ആശ്രമമാക്കി മാറ്റാൻ നമുക്ക് തന്നെ കഴിയും. ഇനി സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ഒരുമിച്ചിരുന്ന് നാമം ജപിക്കാം, ഭജന പാടാം, പിന്നെ അടുത്തുള്ള അമ്പലത്തിൽ പോകാം. ഭഗവാൻ ബാബ പറയുന്നത് ഓരോ വീടും അമ്പലമാകണം, ഓരോ അമ്മയും ഒരു ബാലവികാസ് ടീച്ചർ ആകണം എന്നാണ്. നമ്മൾ ആചരിക്കുന്നത് ആ കുട്ടികളുടെ ഉള്ളിൽ അറിയാതെ പതിഞ്ഞു പോകും. അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരും ഇത് തന്നെ ആവർത്തിക്കുക തന്നെ ചെയ്യും. ഭക്തനാകണം. ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഈ കൂട്ടിവെക്കുന്ന പുസ്തകങ്ങൾ, ഹൃദയത്തിലെടുത്താൽ പൊങ്ങാത്ത അറിവൊന്നുമല്ല. ഭക്തി എന്ന് പറയുന്നത് തൻ്റെ മുന്നിൽ വരുന്ന ആളിനെ ഹൃദയപൂർവ്വം മനസ്സിലാക്കാനുള്ള കഴിവ്.
അയാളുടെ ദുഃഖം കേൾക്കുമ്പോൾ അലിയാത്ത ഹൃദയമാണ്, പ്രവർത്തിക്കാത്ത കൈകളാണ് നമുക്കുള്ളതെങ്കിൽ അവിടെ നമ്മൾ ഭക്തനല്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ തന്നെ പറയുന്നത്, എൻ്റെ സൃഷ്ടികളെ ആരാണോ സേവിക്കുന്നത് അയാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭഗവാന് നമ്മൾ പറയും വെണ്ണയാണ് ഭഗവാന് ഇഷ്ടം എന്ന്, അല്ലേ? അപ്പോൾ ഈ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ വിഷമം കേട്ടിട്ട് ആ ഒരു തീയാണ്, അത് ആ വേദന എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു തീയാണ്. ആ തീയിൽ നമ്മുടെ ഹൃദയമാവുന്ന വെണ്ണ ഉരുകുന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനായി കഴിഞ്ഞു, ഭക്തനായി കഴിഞ്ഞു. ആ ഭക്തന് ഭഗവാൻ തന്നെ മുന്നോട്ട് നയിക്കും. പിന്നെ ഇനി നമ്മൾ തന്നെയാണ് നമ്മളെ കുട്ടികളോട് അവരെന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെറുതിലെ അവർ നമ്മളെ കൂടെ വന്നിരുന്ന് നമ്മെ സഹായിക്കാനും നമ്മൾ മാവ് പരത്തുമ്പോൾ അതിൻ്റെ സൈഡും എല്ലാത്തിനും അവർ ശ്രമിക്കും. നമ്മൾ തന്നെയാണ് അവരെ മാറ്റി നിർത്തുന്നത്, അല്ലേ? നമ്മൾ പറയും, ആ മോനെ അമ്മ ചെയ്തോളാം, മോൻ്റെ കൈയൊന്നും വൃത്തികേടാക്കണ്ട, അവൻ വൃത്തികേടാക്കട്ടെ. ആ കൈകളൊക്കെ ഒന്ന് വൃത്തികേടായി ആ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയുമ്പോഴാണ് നമുക്കിത് ചെയ്തു തരുന്നത്, നമുക്കിത് ഉണ്ടാക്കി തരുന്ന ആളിൻ്റെ മഹത്വം നമ്മൾ അറിയുന്നത്, അല്ലേ? അത് ഒരു കാര്യം ചെയ്തു നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം അറിയാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ ടി വി കണ്ടിരുന്ന ഒരാൾ കൊണ്ടുവയ്ക്കുന്ന സാധനം എടുത്ത് കഴിക്കുമ്പോഴല്ല നമുക്ക് അത് നമ്മളും ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മഹത്വം അറിയാൻ കഴിയുന്നത്. ഓരോ പ്രായത്തിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കണം. ഇതൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോരോ പാഠങ്ങളാണ്. ആ വീട്ടിൽ തന്നെ നമ്മൾ ഒരു ചെറിയൊരു സ്കൂളിൻ്റെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും നമ്മൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല, ഒരു 10 വയസ്സോ 20 വയസ്സോ ആകുമ്പോഴല്ല, അവർ ചോദിച്ചു വരും, അമ്മ ഒരു കഥ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു വരുന്ന ആ സമയത്ത് നമ്മൾ കഥ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളല്ലേ, അവർ വികൃതികളൊക്കെ കാണിച്ചാലും നമ്മളോട് എതിർത്ത് പറഞ്ഞാലും എല്ലാം നമ്മൾ എന്താണോ അവരുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതൊരു ദിവസം തിരിച്ചു വരിക തന്നെ ചെയ്യും. സ്വാമി പറയുന്നു, നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ വേറെ ആരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അതുപോലെ ഒരമ്മ തൻ്റെ കുട്ടികൾക്ക് വേണ്ടി, അമ്മയും അച്ഛനും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ വേറെ ആർക്കും പ്രാർത്ഥിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്വാമി ഓരോ നാമങ്ങളും ഓരോ മന്ത്രങ്ങളും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രം, വിദ്യാഗോപാലം, മേധാസൂക്തം എല്ലാം നമുക്ക് ഭഗവാൻ ഇങ്ങനെ വാരി തന്നിട്ടാണ് പോയത്. നമ്മൾ ഇതൊന്നും നമ്മൾ വീട്ടിൽ തന്നെ ജപിക്കണം. അമ്പലത്തിൽ പോകണ്ട എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അതിനേക്കാൾ നമ്മുടെ വീടാണ് നമ്മൾ ഉണർത്തിയെടുക്കേണ്ടത്, നമ്മളെ വീടാണ് അമ്പലമാക്കി മാറ്റേണ്ടത്. ആ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മളെ വീടിനെ നന്നാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ ഒരിക്കലും ശ്രീരാമചന്ദ്രൻ കാണിച്ചു തന്ന വഴി തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് തർക്കിക്കാനൊന്നും പോകണ്ട. പക്ഷേ നമ്മളെ മനസ്സിലാക്കുന്നവരോട് മാത്രം സംസാരിക്കുക. ആവശ്യമില്ലാതെ നമ്മുടെ ആരോടും തർക്കിക്കാനോ അവിടെ ഒരു ബഹളം വയ്ക്കാനോ, 2 കൈ കൊട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് പറയണ പോലെ വെറുതെ ഒരു തർക്കിച്ച് നമുക്ക് ജയിക്കാനുള്ള കാര്യങ്ങളല്ല ഇത്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് ഇനിയും വരാം. ജയ് സായിരാം.